വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന് കടന്നുപോയി കേട്ടോ. ഷൊർണൂർക്കുള്ള യാത്രയാണ്. ഷൊർണൂർ അങ്ങനെ ട്രെയിന് വളഞ്ഞു പോകണം ട്രെയിൻ കേട്ടോ. ഞങ്ങൾ മൂന്നാളും പാടെ വാണിയമ്പലത്തിൽ നിന്ന് ഷൊർണൂർക്ക് വെറുതെ പോവുക. ഒരു പണിയില്ലാത്തതുകൊണ്ട് ട്രെയിനിൽ കയറി പോവാം. അതിൻ്റെ കാഴ്ചകൾ കേട്ടോ. ഇഞ്ചപ്പം രണ്ടാളും കൂടി ഉണ്ട്, ഞാൻ തുണക്കാരുണ്ട്, കാണിച്ചു തരാം. പറഞ്ഞോ, ഒരു പണിയില്ല, അപ്പോൾ വെറുതെ പോവുക ഷൊർണൂർക്ക് പോലെ. ചോദിച്ചാലേ ഒരു പണിയില്ലാത്തതുകൊണ്ട് ഷൊർണൂർക്ക് വെറുതെ തണ്ടി തിരിഞ്ഞു പോവുക. വാണിയമ്പലത്തിൽ നിന്ന് ട്രെയിന് ഷൊർണൂർ വരെയുള്ള കാഴ്ചകൾ. ട്രെയിനാണെങ്കിലോ പൊടുത്തം പൊട്ട് പോണ്. ലോക്കൽ ട്രെയിനാണ് പെരുമ്പോക്ക് പോകേണ്ടത് കേട്ടോ. നല്ല പോക്കാണ്, കുടിച്ചിരിക്കട്ടോ, നല്ല സ്പീഡാണ്. അങ്ങനെ തൂര് റെയിൽവേ സ്റ്റേഷൻ ഇത് തൂവോർ. നമുക്ക് ഇതിൽ ആള് കയറാണ്ടാക്കണം കേട്ടോ. മഴയുണ്ട്, ആൾക്കാർ കുറച്ചൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ കുറേ ബാക്കിലാണ്, ആൾക്കാർ കയറാനൊക്കെ ഉണ്ട് കേട്ടോ. വേഗം കയറി പെട്ടെന്ന് കയറി. ഭയങ്കര സ്പീഡാണ് ട്രെയിൻ പോകണം. വണ്ടി കയറി നമ്മളൊരു പണിയും ഇല്ലായിട്ട് അതിൽ കയറി. അപ്പോൾ ഇതാണ് ചില വേഗം പോകും അല്ലേ. ഇതിലെ വെല്ല പോയാൽ മതി, നമുക്ക് വല്ല അറിച്ചോണ്ടൊന്നുമില്ല, പണിയൊന്നുമില്ലല്ലോ. ഒരു പണിയെന്ന് പറയാൻ ലൈറ്റാണ് തീ കയറി. അപ്പോൾ ഇതിലാണെങ്കിലോ പൊടുത്തം പൊട്ട പോക്ക്. മഴയുണ്ട്. അങ്ങനെ തൂര് ആളെ കയറ്റാൻ വേണ്ടി നിർത്തിയേക്കാം കേട്ടോ. അങ്ങനെ തൂര് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ആളെ കയറ്റി പോകട്ടോ. ആക്കട്ടെ, തൂര് റെയിൽവേ സ്റ്റേഷൻ പഴയ മോഡൽ ഇട്ടാക്കണം. തൂര് കഴിഞ്ഞു. ഇനി അടുത്ത ഇവിടെ മേലാറ്റൂരോ ഏടാ. നമ്മളെക്കാൾ ഉസാറായിക്കണിപ്പോൾ. പൈസയുടെ ആഗ്രഹം ഷൊർണൂർ എത്തിയിട്ട് എന്ത് മറ്റേതില്ലേ വന്ദേ ഭാരതിൽ കാസർഗോഡാണ്. ഞാൻ അവിടെ പോയിട്ട് എത്താ കാര്യം. 950 ഉറുപ്പ്യല്ലേ? എത്ര ടിക്കറ്റ് സീറ്റ് ഉണ്ട്? പൈസ അല്ലേ ചാർജ്? ആയിക്കോട്ടെ അല്ലേ. മറ്റേ എത്ര സീറ്റ് ഒഴിവുണ്ട്? 9 സീറ്റ് ഇഞ്ഞ് ഒഴിവുണ്ട്. ഇവിടെ മൂന്നാൾക്ക് റെഡിയാണ്. 4 നേരം ഭക്ഷണമുണ്ടോ? പിന്നെ ഇപ്പം എന്താ കാസർഗോഡ് പോയിട്ട് വല്ലൊക്കെ പരിപാടി ഉണ്ട് തിരക്കാണല്ലോ. അതൊരു വിഷയമുള്ള കേസല്ലാണ്. പണ്ടത്തെ മാറുന്നല്ല പൈസ. അങ്ങനെ വന്ദേ ഭാരതിന് കാസർഗോഡ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ 9 സീറ്റ് ഉണ്ട്. അതിലിപ്പോൾ 3 ആളുകളുണ്ട്. അപ്പോഴും 6 ആൾക്ക് ഫ്രീ, മറ്റേ സീറ്റ് ഫ്രീ ആണ്. ഒരാൾക്ക് 950. അവൻ മൊബൈലൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ഷൊർണൂർ ഇറങ്ങിയാണ്ട് അതിൽ കൂടെ ഒക്കെ വെറുതെ ഭക്ഷണം കഴിച്ചാണ്ട് മടങ്ങി പോരാന്നുള്ള ലക്ഷ്യത്തിനാണ് പോണത് അല്ലേ. ഇതിന് പണിയില്ല, നമുക്ക് പണിയില്ലായിട്ട് അധികം കയറി വലിയതില്ലേ. ഇതാണെങ്കിലോ പുടുത്തം പുട്ട പോക്കും. ഇത്ര സ്പീഡ് പോകണമെന്നില്ല. പാസഞ്ചർ ലോക്കലാണത്. ഇതാണെങ്കിൽ ഒരു 100-110 സ്പീഡിലാണ് പോണത്. കറണ്ടിനും കൂടിയാണ്, കറണ്ടല്ലേ. അങ്ങനെ പോയേക്കതാ. പോയിൻ്റെ മേലെ കൂടെ ഒക്കെ പെരുമ്പോക്ക് പോണ്ടത്. മേലാറ്റൂർ എത്തിയിട്ടാ. മേലാറ്റൂർ പെരുമയായിട്ട് അവിടെ. മേലാറ്റൂരൊക്കെ പെരുമയാണ്. പെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. അവിടെ പണിയൊന്നുമില്ലല്ലോ. ആൾക്കാരൊക്കെ വേഗം വണ്ടി കയറി പെട്ടെന്ന് കയറി കേട്ടോ. ചാടി കയറി. മഴ ചെയ്തു. അങ്ങനെ മേലാറ്റൂർ കഴിഞ്ഞ് പോവാട്ടോ. പക്ഷെ മഴ ചെയ്തു, പെരുമഴ ചെയ്തു. ക്ലാസ് താത്തിട്ടോ. വളഞ്ഞ് പോകണ്ട, വളഞ്ഞിങ്ങനെ പോണ കാണാൻ നല്ല രസമാണ്. അതായത് പെരുമ്പോക്ക് പോണത്. ഒരു വീട്ടിലെടുക്കാൻ പോയിക്കട്ടെ. അങ്ങനെ പട്ടിക്കാട് കഴിഞ്ഞു. പട്ടിക്കാടോ പുൽക്കല്ലൂരറ്റ കഴിഞ്ഞു. ആ ഭാഗത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ. അതിലവിടെ കഴിഞ്ഞ് പോവാണ്. അങ്ങനെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. അപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ ഇപ്പുറത്തിരുന്നുകൊണ്ടാണ് വല്ലാണ്ട് കാഴ്ചയില്ലാത്തത്. ഇവിടെയാണ് ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് വിട്ടാലും നിലമ്പൂരിൽ നിന്ന് വിട്ടാലും അതിൻ്റെ കേന്ദ്രം ഇവിടെയാണ്. അരിക്കോടാണ്. നമ്മൾക്കൊക്കെ റേഷൻ അരി പെടുന്ന വരുന്നത്. ഇത് കണ്ട ഇതിനുള്ള നിറച്ച് അരി കണ്ടില്ലേ. റേഷൻ പീടികയിൽ അരി മുഴുവനും പെടുന്ന വരിക. അങ്ങനെ അങ്ങാടിപ്പുറത്ത്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷന് പട്ടിക്കാടതിന് ആളുകളൊക്കെ ഇറങ്ങണ്. എടുത്തുക്കണ്. നമ്മളെ നാട്ടിലേക്ക് പിന്നെ റേഷൻ അരി വരുന്ന കോട്ടണല്ലേ എടുത്തുക്കണ് കേട്ടോ. അപ്പുറത്തെ ട്രാക്കിൽ കോട്ടയം വണ്ടി വരാണ്ട്. അതാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കണത്. ആ വന്നഞ്ചും പോകും പെരുമ്പോക്ക്. ചേച്ചില്ലേ, കോട്ടയം വണ്ടി അപ്പുറത്ത് വരും. എക്സ്പ്രസ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. കഴിഞ്ഞാലേ പിന്നെയും കാണാത്ത പെരുമ്പോക്കാണ്. അവിടെ കോട്ടയം വണ്ടിയാണ്. അല്ല വയസ്സല്ലേ, ഇനി കോട്ടയം വണ്ടിക്ക് അങ്ങോട്ട് പകരണം. നമുക്ക് ഇവിടെ നാട്ടിൽ തന്നെ
ആ വെല്ലട് പകർന്നാൽ മതി അയക്ക്. പണിയൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളെ തീവണ്ടി അങ്ങാടിപ്പുറം തിന്ന് സ്റ്റാർട്ടാക്കിട്ടോ പോവാണ്. നമ്മളെ നാട്ടിലേക്ക് പോരാല്ല അരികോടാണുള്ളത് റേഷൻ പിടിക്ക്. ഇത് കൊണ്ടാകാല്ല ഇത് കൊണ്ടാകാല്ല ലോറികളൊക്കെ ഇവിടെ നിർത്തിയിട്ട് കാണണം കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു കാഴ്ച കേട്ടോ. ലോറികളുണ്ട്, പഴയ എസ് ലോറികൾ ഇഷ്ടം പോലെ. എത്രങ്ങാനും വണ്ടിയില്ലേ അപ്പം ഇതിലടിക്കാ, എത്രങ്ങാനും വണ്ടികളില്ലേ. നമ്മളെ നാട്ടിലേക്ക് റേഷൻ പിടിക്ക് പൊന്നാല്ല അരി കയറ്റാല്ല ലോറികളാണ് നിൽക്കണമൊക്കെ. നല്ല രസമാട്ടോ അത്. പഴയ എസ് ലോറികളാണ്. KLM കേരട്ടൺ എന്ന് പറഞ്ഞാൽ KLM വണ്ടിയൊക്കെ ഉണ്ട് അതിൽ. അടിപൊളി കാഴ്ചയെടുത്ത് അതിലൊക്കെ ഉണ്ട് ലോറികളുണ്ടോ. അങ്ങാടിപ്പുറം അതാണ് ഇവിടെ. ആ കാണുന്ന പാലാണ് ആ ഭയങ്കര വിവാദമായ പാലം. ഏത് മറ്റേ ബ്ലോക്കും പാലം. അങ്ങനെ അങ്ങാടിപ്പുറം കഴിഞ്ഞു പോയി. 57 ആ അതിലൊക്കെ വണ്ടി ഉണ്ട്. ആ ലോറികളുണ്ട്. 57 ലോറി ഇപ്പോൾ പൈസ എണ്ണീര് കിട്ടി. പൈസ 57 വണ്ടിയില്ലേ, ഇനി ഉണ്ടല്ലേ പുതുജില്ല ലോറികളുണ്ടാവില്ലേ. നമ്മളെ നാട്ടിലേക്ക് റേഷനരി കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ കൊണ്ടുവരാല്ലേ. ആ തിന്നാല വണ്ടി ഇത്, കൊണ്ടാല വണ്ടി അതും. ആ റേഷനരിയൊക്കെ തിന്നാല വണ്ടി ഇതും. ഇപ്പം ഏതും മറ്റേ മരങ്ങളും മുറിച്ചാലും ശരി. പക്ഷെ എന്നാലും എന്തായാലും നിലമ്പൂർ ഷൊർണൂർ യാത്ര എന്ന് പറഞ്ഞാലേ അതൊരു കാഴ്ച തന്നെയാട്ടോ. ഇല്ലാതെ ചൊറുക്കില്ല ഒരു തീവണ്ടി യാത്ര എവിടെയെങ്കിലും കണ്ടിരിക്കണം. സൈഡിൽ പാടം മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏത് കണ്ണിനെ മുറിച്ചാലുണ്ടല്ലോ അതൊരു ചൊറുക്ക് തന്നെയാട്ടോ. ഇനി ഷൊർണൂർ, അതിനിടയ്ക്ക് കുൽക്കല്ലൂരുണ്ട്. ഇനി ഷൊർണൂർ എടുക്കാം. ചെറുകരത്തിലെ ഇതിലെ ഇനി ഏതൊക്കെ സ്റ്റോപ്പ്? ഇനി വല്ലപ്പുഴ ഞാൻ കുലുക്കല്ലൂർ വല്ലപ്പുഴ ഷൊർണൂർ. ആ കാപ്പി കുടിച്ചാൽ വാടാനംകുറിച്ചി ഉണ്ട്. അത് 3 സ്റ്റോപ്പ് ഇടില്ലേ. അങ്ങനെ ചെറുകര റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടോ. അടുത്ത സ്റ്റോപ്പ് അടിപൊളി ഒരു പാലം. അടിപൊളി കേട്ടോ. ഓരോ കാഴ്ചകളാണിതൊക്കെ. ഷൊർണൂർക്ക് പോകുമ്പോഴല്ല കാഴ്ചകളാണിതൊക്കെ. അങ്ങനെ കുലുക്കല്ലൂർ എത്തിട്ടോ. അത് കഴിഞ്ഞാൽ വല്ലപ്പുഴ, അത് കഴിഞ്ഞാൽ ഷൊർണൂർ, വാടാനംകുറിച്ചി, അത് കഴിഞ്ഞാൽ ഷൊർണൂർ അല്ലേ. വേഗം കാര്യം ആൾക്കാർ കാര്യമുണ്ടോ അവിടെ? ആ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. വേഗം കാര്യം പെട്ടെന്ന് ചാടി കാര്യം. ഈ ട്രെയിന് തീരെ സമയമല്ല. വേഗം കാര്യം ലോക്കൽ എക്സ്പ്രസ് ആണത്. വേഗം കാര്യം കേട്ടോ. പെട്ടെന്ന് ചാടി കാര്യം. ബസ്സൊക്കെ തന്നെ മാറി കയറി. കുൽക്കല്ലൂർ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ വല്ലപ്പുഴ എത്തി. വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അങ്ങനെ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ കടന്നു പോകട്ടോ. കുറച്ച് ആൾക്കാർ ഇവിടെ ഇറങ്ങി. വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ കടന്നു പോകുന്നു. ടിക്കറ്റ് കൗണ്ടറായിട്ട് രസമാട്ടോ, കുഴപ്പമില്ല. അങ്ങനെ അടുത്ത സ്റ്റോപ്പ് എന്താണ്? പാടം. അടിപൊളി കാഴ്ചട്ടോ. ഫുള്ള് പാടാണ്, നെൽപ്പാടങ്ങൾ. അങ്ങനെ ഷൊർണൂർ എത്തിട്ടോ കുഞ്ഞുങ്ങളെ. മറ്റേ ശ്രീനിവാസനും മോഹൻലാൽ പറഞ്ഞാൽ ഇതല്ല ബോംബെ പറഞ്ഞ മാതിരി, ഇത് ഗൾഫ് നാടല്ല എന്ന മാതിരി ഷൊർണൂർ എത്തിയാണ്. ഇതാണെങ്കിൽ പെരുമ്പോലിൽ പോകുന്നു. ഇവിടെ ചിലപ്പോൾ നിർത്തിയിടും കേട്ടോ. ഇനിയിപ്പോൾ തുടക്കും പോലൊന്നും ഉണ്ടാവില്ല. കോളത് ഇപ്പം എന്താ വെച്ചാൽ ഇത് ഇവിടെ വെറുതെ തൃശ്ശൂർക്കത് എന്നാൽ തൃശ്ശൂർക്കട് പോയാലോ. ഇവിടെ ഒന്നും മഴയില്ല കേട്ടോ, നല്ല കാലാവസ്ഥയാണ്. അങ്ങനെ ഷൊർണൂർ എത്തി. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷന് ഷൊർണൂർ ആണല്ലേ. ശരി തന്നെയാവും. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിൻ എടുക്കാം തൃശ്ശൂർക്കത്. ഇനിയിപ്പം മെമ്മു ഇജു പറഞ്ഞ മെമ്മു ഒക്കെ ഇപ്പോൾ വരും. വന്ദേ ഭാരത് മെമു അല്ല വന്ദേ ഭാരത്. ഇത് കാസർഗോഡ് കൂടെ ചിലപ്പോൾ പോയിക്കോടും. ഞങ്ങളിതിൽ അടക്കാണ് പറഞ്ഞത്. കാസർഗോഡ് പോയാണ്ട് റൗണ്ട് അടിച്ച് പോര്. ഇപ്പോൾ വരും. ഞാൻ കണ്ടിരിക്കണതേ ഈ നേരത്താണ്. ഷൊർണൂർ എത്തിയില്ലേ. ഇനി നമ്മൾ ഇവിടുന്ന് വേറെ അല്ല പാലക്കാട് പോകണം. പാലക്കാട് പണിയും തുറന്നില്ലല്ലോ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ പഴയമാരല്ലോ. അടിപൊളിയായിക്കണം. കാണിച്ചു തരാം. കണ്ടില്ലേ, അടിപൊളി കേട്ടോ. പണ്ടത്തെ മാതിരി നല്ല സൂപ്പറാണ്. ഇവിടെ നിന്ന് നോക്കട്ടെ. ഇവിടെ അല്ലെങ്കിൽ വീണ്ടും പാലക്കാട് പോകാം. നമുക്ക് പാലക്കാടുക്കുള്ള ട്രെയിൻ കേട്ടോ. ഇതിൽ പൈസ അല്ലേ പാലക്കാടുക്കലാണ്. ഇനി പാലക്കാട് അല്ലേ. ഇവിടെ ഇറങ്ങിയപ്പോൾ നമുക്ക് ലൊക്കേഷൻ കിട്ടിയില്ല, ഒരു ക്ലിയർ കിട്ടിയില്ല. ഇതിലാകെ 20 രൂപ 30 രൂപ തരാം കയറേക്ക് പാലക്കാട് വണ്ടിയിൽ. പാലക്കാടേക്കെങ്കിൽ പാലക്കാടേക്ക് അത് ചെല്ലും വിളിച്ചോ.
അങ്ങനെ ഷൊർണൂർ കഴിഞ്ഞ് പാലക്കാട് പോകുന്ന റൂട്ടാണത്. അടിപൊളിയാണ്. ഈ ട്രെയിനേ പൈസല്ലേ പെരുമ്പോക്കോട്ടോ, ഇവിടെ എവിടെയും നിർത്തണല്ലോ. അത് അടിപൊളിയാട്ടോ, എവിടെയും നിർത്തില്ല. ഇത് പാലക്കാട് നിർത്തുള്ളൂ. ഇനി പാലക്കാടൻ കാഴ്ചകളാണ്. ഭാരതപ്പുഴൻ്റെ പക്കത്ത് കൂടെയാട്ടോ പോണ്. കാണാണ് ഭാരതപ്പുഴ. അടിപൊളി കാഴ്ചയാണ്. അടിപൊളി റൂട്ടാണ് പാലക്കാട്. നല്ല സീനറി ആയിട്ട് ട്രെയിനാണ് വളഞ്ഞ് പോണതൊക്കെ. ഇതിപ്പോൾ ഏതാ റെയിൽവേ സ്റ്റേഷൻ? ഒറ്റപ്പാലട്ടോ, ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനാണ്. ഒറ്റപ്പാലത്തെത്തി. ആ ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ട്രാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒറ്റപ്പാലം ഞാനാണ് പേടിച്ച്. നല്ലൊരു കാറ്റുണ്ട് അപ്പുറത്ത്. അങ്ങനെ ട്രെയിൻ വന്നോണ്ടായിരുന്നു ഇപ്പായി. അടിപൊളിയാണ് അവിടെയൊക്കെ. പാടം നോക്കി അടിപൊളി കാഴ്ചയുണ്ട്. അതൊക്കെ ഫുള്ള് പാടല്ലേ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനെത്തി. പാലക്കാട് ജംഗ്ഷൻ. ഒരു ട്രെയിൻ ഇത് അവിടെ പോകാൻ വേണ്ടി നിൽക്കണം. അവിടെ വന്നിറങ്ങിയാലേ ഇങ്ങനെ ഒരു ഇഞ്ചൻ കണ്ടല്ലോ. പഴയ ഇഞ്ചല്ലേ? പഴയ ട്രെയിനിൻ്റെ ഇഞ്ചനാണിത് അല്ലേ? ഒലവക്കോട്. എത്രയോ കൊല്ലം പഴക്കണ്ടാവും. എൻ്റെ ട്രെയിനിൻ്റെ മുൻഭാഗമാണ്. പാലക്കാട് ഇറങ്ങിയാൽ ഇങ്ങനെ ട്രെയിൻ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടേജിൽ തന്നെ. അങ്ങനെ ഇതിൻ്റെയൊക്കെ കാഴ്ചകൾ കഴിഞ്ഞിട്ടോ. ഷൊർണൂരിൽ നിന്ന് പാലക്കാടേക്കുള്ള കാഴ്ചകൾ ഇവിടെ കഴിഞ്ഞു.